ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. അപ്പോൾ ഇന്നും ഒരു വെഡ്ഡിങ്ങിന് ഉള്ള ഒരു ക്ലോക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ 10 ഇഞ്ചിൻ്റെ ഒരു ബേസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അക്രിലിക്കിൻ്റെ ഫാബ്രിക് പെയിൻറ്റ് വൈറ്റ് കളറാണ് ബേസ് എടുത്ത് ചെയ്യുന്നത്. അതിങ്ങനെ നമ്മൾ സ്പോഞ്ച് വെച്ച് ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുന്നുണ്ട്. സ്പോഞ്ച് വെച്ച് നന്നായി എല്ലാ രീതിയിലും എല്ലാ സൈഡിലും ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഒഴിക്കുമ്പോൾ കുറച്ച് പെയിൻറ്റ് അധികമായിപ്പോയി, സാരല്ല എങ്കിലും അതൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ഒരുപോലെ ആക്കി സ്പോഞ്ചോട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പെയിൻറ്റ് ചെയ്യും. ഈ ബ്രഷോടാകുമ്പോൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടി വരും, പക്ഷേ സ്പോഞ്ചോടാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ നമ്മൾ റെസിനിലേക്ക് വൈറ്റ് പിഗ്മെൻറ്റ് പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ MDF ബോർഡിൻ്റെ ബാക്ക് സൈഡ് എടുത്ത് ഇതുണ്ടോ ആ ഹോൾസിൻ്റെ ഭാഗത്ത് മാസ്കിംഗ് ടാപ്പ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോർഡറിലത് ഉണ്ടോ ഈ സൈഡിലും, ഇതൊക്കെ ബാക്ക് സൈഡിലാണ് ചെയ്യുന്നത്. അതും ആ ഫാബ്രിക് പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷമാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇങ്ങനെ ബാക്ക് സൈഡിലും ഇതുപോലെ നമ്മൾ മാസ്കിംഗ് ടാപ്പ് വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ അതിൽ നിന്നും ഒറ്റിപ്പോകുന്ന തുള്ളി ലീക്കായി പോകുന്ന റെസിന് ബാക്കിലൊക്കെ പറ്റിപ്പിടിച്ച് നമ്മുടെ ക്ലോക്കിനെ ഒരു പെർഫെക്ഷൻ ഇല്ലാതാക്കും. അപ്പോൾ ബാക്കിലൊക്കെ ഇതാകുമ്പോൾ നമുക്ക് ക്ലോക്ക് കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ സൈഡിലും മാസ്കിംഗ് ടാപ്പ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ദെൻ നമ്മൾ വൈറ്റ് റെസിന് മിക്സാക്കി വെച്ചത് MDF ബോർഡിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ സ്റ്റിക്ക് വെച്ച് നന്നായി എല്ലാ സൈഡിലും ഇതുപോലെ ഒരുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് റെസിനൊന്നും എടുക്കാണ്ട് കുറച്ച് അതിന് കണക്കായിട്ട് എടുത്താൽ മതിയാവും. അതിൻ്റെ 3:1 എന്ന മെഷർമെൻറ്റിലാണ് എടുക്കുന്നത്. ഞാൻ ആർട്ടിൻ്റെ റെസിനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ പിന്നെ ഈ ഒരു മെറ്റാലിക് കളർ, ഗോൾഡ് മെറ്റാലിക് കളർ ഇതുപോലെ സ്റ്റിക്ക് വെച്ചൊന്ന് ചെയ്ത് പിന്നെ എല്ലാം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചെയ്ത് ഇതുപോലെ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, പിന്നെ കാരണം കസ്റ്റമർ എനിക്ക് ഇതുപോലൊരു ബിസ്ക്കറ്റ് കളറ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു കളറ് പിഗ്മെൻറ്റ് ഞാൻ കുറേ കടയിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഓൺലൈനിൽ അവൈലബിൾ ആണ്, പക്ഷേ ഇത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് എനിക്ക് ഓൺലൈനിൽ ആ ഒരു വഴി ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്താൽ ആ ഒരു കളർ കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു. ഓക്കെ, സക്സസ് ആയി. ലാസ്റ്റ് ഫൈനലിൽ എനിക്ക് ആ ഒരു കളറ് കസ്റ്റമർ എന്താണോ തന്നത് ആ ഒരു കളറ് എനിക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് കളറ് ആ ഒരു ഓഫ് വൈറ്റ് ഇതൊരു പ്രത്യേകിച്ചൊരു കളറ് ഇല്ല, പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കളറ് ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ എനിക്ക് കിട്ടി. ദെൻ ബബിൾ റിമൂവിങ് ഗൺ വെച്ച് ഒന്ന് ബബിൾസൊക്കെ റിമൂവ് ചെയ്ത് കൊടുത്ത് ആഫ്റ്റർ അതായത് ഒരു ദിവസത്തിന് ശേഷം അവരുടെ കസ്റ്റമർ പിന്നെ സെൻറ്ററിൽ ഇതുപോലെ അവരുടെ ഫോട്ടോ വെച്ച് ക്ലോക്ക് ചെയ്യാനായിരുന്നു. അപ്പോൾ അത് സെൻറ്ററിൽ ഇതുപോലെ അവരുടെ ഫോട്ടോ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലിയർ സ്റ്റിക്കറിൽ അവരുടെ പേരും കൂടി ഒന്ന് എഴുതി വെച്ച് കൊടുത്തിട്ട് പിന്നെ അവർ ഇത് സാധാരണ ഫോട്ടോ ക്ലോക്കിൽ വെച്ചിട്ടും അതായത് നമ്മുടെ ഡിജിറ്റ്സ് വെക്കാറുണ്ട്, വെക്കാതെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവർക്ക് ഡിജിറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിജിറ്റ്സും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പൊസിഷനിൽ ഒന്ന് ഡിജിറ്റ്സും കൂടി വെച്ച് കൊടുക്കുകയാണ്. ഞാൻ നമ്പർ പ്ലേസ്മെൻറ്റ് ഷീറ്റ് വെച്ചാണ് ഡിജിറ്റ്സ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ എനിക്കെപ്പോൾ വിട്ടു പോകുന്നതാണ് അത് ഇൻക്ലൂഡ് ചെയ്യാൻ. അത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വെച്ച് നമ്പറൊക്കെ പ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഗോൾഡ് സ്റ്റോൺ വെച്ച് വർക്ക് അവർ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോക്ക് അനുസരിച്ച് ചെയ്യാനായിരുന്നു അതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ ചെയ്യണം എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഗോൾഡ് സ്റ്റോണോട് കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാനും എൻ്റെതായ രീതിയിൽ കുറച്ച് ഗോൾഡ് സ്റ്റോൺ വെച്ച് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് പിന്നെ ഫൈനലായിട്ട് ഒരു കോട്ടും കൂടി റെസിൻ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇഷ്ടമുള്ള പോലെ കുറച്ച് ഇങ്ങനെ റെസിന് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ സ്റ്റിക്ക് ആ ഫോട്ടോയിൽ അതിൻ്റെ ഭാഗം കൊള്ളാതെ ജസ്റ്റ് ഇങ്ങനെ തൊട്ടില്ല എന്ന രീതിയിൽ വേണം ഇങ്ങനെ എല്ലാ സൈഡിലും ഒരുപോലെ ആക്കി കൊടുക്കാൻ. ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഫോട്ടോക്കൊക്കെ ആ ഒരു സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. എനിക്കങ്ങനെ ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിന് ശ്രദ്ധിക്കണം. പിന്നെ ദെൻ ഫൈനലായിട്ട് അതൊക്കെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതായത് ലാസ്റ്റ് ടച്ചപ്പ്, അതായത് നമ്മൾ ഗോൾഡ് മാർക്കർ വെച്ച് ഒന്ന് ബോർഡറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ആ ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ ആ ഒരു നിബ് ഇങ്ങനെ പ്രസ് ചെയ്താൽ ആ ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ വരും. അപ്പോൾ നമ്മളത് വെച്ച് പിന്നെ
ഇതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു മാർക്കർ വെച്ച് നമ്മൾ ബോർഡറൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെഷീനിൽ ഇതുപോലെ ആ സ്റ്റീലിൻ്റെ ഒരു സംഭവം ഘടിപ്പിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ ക്ലോക്ക് ഹാങ് ചെയ്യാൻ വേണ്ടി ആണ് അങ്ങനെ ആ ഒരു ആ ഒരു സ്റ്റീലിൻ്റെ ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും ക്ലോക്ക്. പിന്നെ നമ്മൾ ആ മെഷീൻ്റെ ആ ഒരു സർക്കിൾ ഇട്ട് കൊടുത്ത് നമ്മൾ നീഡിൽസൊക്കെ ഈ ഒരു നീഡിലാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മോഡൽ നീഡിലാണ്. അപ്പോൾ അതൊക്കെ നീഡിലൊന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കസ്റ്റമറുടെ ഫോട്ടോ തന്നത് കുറച്ച് ക്ലാരിറ്റി കുറവായിരുന്നു. അതൊന്നുമല്ല, ഒരു അവരുടെ കസിൻ്റെ വെഡ്ഡിങ്ങിന് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ അവരുടെ കയ്യിലുള്ളൂ, അതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഡിജിറ്റ്സിൻ്റെ മേലെയുള്ള ആ ഒരു ഷീറ്റ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമർ എന്താണോ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് ഒരു മോഡൽ അയച്ചത് അതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒത്തിരി സന്തോഷമായി. നിങ്ങൾക്ക് ഈ ഒരു ക്ലോക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.